അയ്യോ ഇതെന്ത് പറ്റി? എന്താ ചേട്ടാ, എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ആ, ഭ്രാന്തായി കാണും. ഭ്രാന്തേ നിന്റെ അച്ഛനാ. ദേ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. ഞാനേ നിന്റെ ക്ലാസ്മേറ്റ് ഉണ്ടല്ലോ സുമ, സുമയുടെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. സുമയ്ക്ക് എന്ത് പറ്റി? സുമയുടെ ഭർത്താവിന് നിനക്ക് അറിയാലോ, പുള്ളി ഒരു സമയത്തും വീട്ടിൽ കാണില്ല, എപ്പോഴും ടൂറാണല്ലോ. അതിന് നിങ്ങക്ക് എന്താ? ഞാൻ സുമക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എന്ത്? ഞാൻ സുമയെടുത്ത് പറഞ്ഞേ ആ ബെഡ്റൂമിലും പരിസരത്തും ഒക്കെ ഒരു സിഗരറ്റ് കുറ്റിയിടാൻ പറഞ്ഞ്. അതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിഗരറ്റ് വലിക്കാത്ത ആളാണല്ലോ ഭർത്താവ്. പുള്ളി ഡെയിലി വീട്ടിൽ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ആ, നല്ല ബുദ്ധി. അത് കഴിഞ്ഞിട്ടുണ്ടായ കാര്യമൊന്നും ചേട്ടൻ അറിഞ്ഞില്ലല്ലോ. ആ, അവളുടെ ഭർത്താവേ അവളെ വീട്ടിൽ കൊണ്ടാക്കി, പിന്നെ ഡൈവോഴ്സിന് നോട്ടീസ് വെച്ചു. ആ, ഇപ്പൊ മനസ്സിലായില്ലേ അതിബുദ്ധി ആപത്താന്ന്. എടി, കല്യാണം കഴിക്കുമ്പോഴേ ശ്രദ്ധിച്ച് കല്യാണം കഴിക്കണം, അല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അന്നും എന്റെ കുഴപ്പമൊന്നുമല്ല. നിങ്ങളോട് ഞാൻ എത്ര നാളായി പറയുന്നു എന്റെ അനിയത്തിയുടെ കല്യാണ കാര്യം. ആ, നിന്റെ അനിയത്തിയുടെ നിന്റെ അനിയത്തി? ഓ, നിന്റെ അല്ലേ അനിയത്തി? അങ്ങനെയാണെങ്കിൽ പരസ്യവും ചെയ്യണ്ട, ബ്രോക്കറിന്റെ അടുത്തും പോകണ്ട. അവള് നല്ല സുന്ദരിയല്ലേ, അതായിരിക്കും. നിന്റെ അച്ഛന്റെ മോളല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ മതി. 3 മാസത്തിനുള്ളിൽ അവളുടെ ചെറുക്കനെ കണ്ടുപിടിച്ചോളും. എന്റെ കുടുംബത്തിലുള്ളവരെ വല്ല പറഞ്ഞാലായിരിക്കും കേട്ടോ. നിങ്ങളോട് ഞാൻ എത്ര നാളായി പറയുന്നു എന്റെ ഈ മൊബൈലിലെ സ്കീം ഒന്ന് മാറ്റി തരണോന്ന്. എടി, മൊബൈൽ ഫോണിന്റെ സ്കീം മാറ്റണമെങ്കിലേ നീ തന്നെ ഫോൺ ചെയ്യണം, നിന്റെ മൊബൈലിൽ നിന്ന് തന്നെ വിളിക്കണം, അല്ലാതെ എന്റെ മൊബൈലിൽ നിന്നും വിളിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇവര് മിനിറ്റിന് സ്കീം മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ കണക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോ ഇവര് പറയും മൊബൈൽ ടു മൊബൈൽ ഫ്രീ ആണെന്ന്. കണക്ഷൻ എടുത്തു കഴിഞ്ഞു അപ്പൊ ഇവര് പറയും മൊബൈൽ ടു മൊബൈലിൽ 1.5 രൂപ, മൊബൈൽ ടു ലാൻഡ് ഫോൺ 1 രൂപ. അത് മാത്രമല്ല, കുറച്ചാൾ കഴിയുമ്പോ അവര് വീണ്ടും സ്കീം മാറ്റും. 1 മിനിറ്റിന് 60 പൈസ, കുറച്ച് കഴിയുമ്പോ 30 പൈസ, കുറച്ച് കഴിയുമ്പോ 29 പൈസ, കുറച്ച് കഴിയുമ്പോ 10 പൈസ. ഇനി കുറച്ചാൾ കഴിയുമ്പോ ഓരോ ഫോൺ വിളിക്കുമ്പോഴും കാശ് വീട്ടിലോട്ട് വരുമെന്നോ എന്റെ സംശയം. ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഉപകാരവും ഉണ്ട് ഉപദ്രവവും ഉണ്ട്. അല്ല, എന്താണ് ഈ ഉപദ്രവം? എന്താണ് ഉപദ്രവം? നിങ്ങളുടെ ചിറ്റപ്പന്റെ മകളുടെ ഒരാൾ എന്റെ വീട്ടിലോട്ട് കയറി വന്നില്ലേ? ഏത് ചിറ്റപ്പൻ? ഞാൻ അങ്ങേരെ അതുവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ അങ്ങേര് വീട്ടിലോട്ട് കയറി വന്നു, ബാത്റൂമിലേക്ക് കുളിക്കാനായി കയറി, ഒരു ഫോൺ കോളും വന്നു. പിന്നെ അങ്ങേരുടെ പൊടി പോലും കണ്ടിട്ടില്ല. എന്നെ വെറുക്കരുതേ കണ്ണടിയൊരു നാളും. ആരുടെ രാവിലെ ഫോൺ ചെയ്യണത്? അമ്മേ, അയ്യോ. ഹലോ, അച്ഛനാണാ? ഞാൻ കുളിച്ചോണ്ടിരിക്കരുത്. അമ്മയും പിള്ളേരും? അമ്മയ്ക്ക് ഹലോ അച്ഛാ, കേക്കണില്ല. അമ്മയ്ക്ക് പിള്ളേരും ഉണ്ടാ? ഹലോ, കേക്കണില്ല. ഹലോ അച്ഛാ, റേഞ്ച് ഇല്ല ഇവിടെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. ഹലോ ഹലോ, എന്തോ പറഞ്ഞോ? ഹലോ, എന്റെ ദൈവം, അമ്മയ്ക്ക്. അച്ഛാ, ഇതാരാണ് അച്ഛാ? പറ അച്ഛാ. അമ്മയ്ക്ക് എന്തോ? അമ്മയ്ക്ക് കേക്കണില്ല, റേഞ്ച് ഇല്ല. ഹലോ, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറ. അമ്മയ്ക്ക് ഹലോ, റേഞ്ച് ഇല്ല. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറ. പറ, കേക്കണില്ലാന്ന്. റേഞ്ച് ഇല്ലാത്തോണ്ടാണ്, കേക്കണില്ല. ഹലോ, പറഞ്ഞോ, കേക്കണില്ല. എങ്ങനെ? പറഞ്ഞോ. റേഞ്ച് ഇല്ലാന്ന്. എന്തോ? ഹലോ, പറ. റേഞ്ച് ഇല്ല, കേക്കണില്ല. ഹലോ, പറഞ്ഞോ. ഹലോ, അമ്മയ്ക്ക് എന്ത് പറ്റി? അച്ഛാ, ഹലോ, അമ്മയ്ക്ക് ഹലോ ഹലോ, അമ്മ കൊച്ചുണ്ടാ? കേക്കണില്ല. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറ. ഹലോ, റേഞ്ച് കേക്കണില്ല, റേഞ്ച് ഇല്ല. ഹലോ, ഹലോ, പറഞ്ഞോ. അമ്മ,
അയ്യോ അയ്യോ ഇത് ആരെയും കേറി വന്നിരിക്കുന്നേ ദൈവമേ ഹലോ, ഓടി ആ, പറ. വായോ, ഓടി വായോ അച്ഛാ, കേൾക്കുന്നില്ല. അയ്യോ, ആ രണ്ട് പേരക്കകത്ത് കേറിയേ കേൾക്കാൻ പാടില്ല. ഹലോ അമ്മയുടെ കൂടെ ഉണ്ണിക്കുട്ടനും ഉണ്ടാ? ഹലോ ഹലോ കേൾക്കണില്ല. ഹലോ അച്ഛാ പറ. ഹലോ ഹലോ ഇതാരാ? അയ്യോ അമ്മ ഓടി വാ. കേൾക്കണില്ല. ഹലോ 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 കേൾക്കണില്ല. ഹലോ ഓക്കെ സാർ. അയ്യോ അതുകൊണ്ടല്ല സാർ, ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല സാർ. റോഡിൽ നിന്ന് ഏകദേശം എല്ലാ വണ്ടിക്കും കൈയാണിച്ച് നിർത്തുന്നുണ്ട് സാർ. പിടിക്കുന്ന വണ്ടിക്കെല്ലാം ലൈസൻസും ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്, ഹെൽമെറ്റും ഉണ്ട്, വണ്ടിയെല്ലാം ക്ലിയർ ആണ് സാർ. ആ ഒരുത്തനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ഓക്കെ ആവും സാർ. ആ സാർ ഇന്നെങ്കിലും ഒരുത്തനെ കിട്ടിയിരിക്കും സാർ. ആ ഇപ്പൊ കേട്ടിട്ടുണ്ട്. ആ പറഞ്ഞു. ഹലോ എന്തോ കേൾക്കാൻ പാടില്ല. ഹലോ ആ കേക്കണ്ട്. ആ പറഞ്ഞു പറഞ്ഞു. എന്തോ വരുന്ന വഴിക്ക് അമ്മയും ഉണ്ണിക്കുട്ടനും കൂടെ കല്യാണത്തിന് പോകുന്ന? ആ ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചത്. ഞാൻ വെറുതെ പേടിച്ചു പോയല്ല. എന്നാ ശരി വെച്ചേക്കട്ടെ. ശരി എന്നാ ഞാൻ പൂട്ടിയേക്കട്ടെ. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് ഓക്കെ ആയില്ലേടോ? ഡബിൾ ഓക്കെ.